മങ്കി ടെമ്പിൾ. ഇതിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ഇല്ല. എനിക്കും അറിയില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അഞ്ഞൂറ് സ്റ്റെപ്പും കുറെ കുരങ്ങന്മാരും. അതാ ഈ അമ്പലത്തിന്റെ പ്രത്യേകത. എടാ നമുക്കേ ഈ വ്യൂ ഒക്കെ പതുക്കെ കണ്ടു പോവാം. അല്ലെങ്കിലേ നമുക്കങ്ങ് വേഗം വിട്ടാലോ? സൺറൈസ് മിസ് ചെയ്യണ്ട. കണ്ട് വന്നോളാം. തുള്ളിച്ചാടി പോകുന്നുണ്ടല്ലേ? വെറും ബോറനല്ലേ? എടാ ആമ്പിള്ളേരാ നട്ടല്ലേ ഒരു അല്ലേ? നമ്മളിങ്ങനെ നേരെ നിക്കണം. എന്ത് വന്നാലും നമ്മൾ വളയാൻ പാടില്ല. എന്നാ പിന്നെ ഞാനും കൂടെ അങ്ങ് പോവാല്ലേ? പതുക്കെ പോ. ട്രൈ ചെയ്യുന്നു. സാധനമില്ല. നീ അവിടെ എന്ത് മാങ്ങ പറിച്ചോണ്ടിരിക്കടാ? എനിക്ക് 2-3 കോൾ ചെയ്യാനുണ്ട്. നീ വിട്ടോ, ഞാൻ വന്നേക്കാം. അവൾക്ക് ഒടുക്കത്തെ സ്റ്റാമിനടാ. അങ്ങനെ അങ്ങനെ പട്ടി ചിന്ന അങ്ങനെ വെച്ചു. അങ്ങനെ ഇത്രയും നല്ല വ്യൂ ഉണ്ടായിട്ട് എനിക്ക് ഇതാണോ ഫോട്ടോ എടുക്കാൻ കിട്ടിയത്? എനിക്ക് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയെ പറ്റി എന്തറിയാടാ? ഈ പട്ടിയാണോ എൻ്റെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി? എന്താ സോറി, പട്ടിയുടെ ലൈഫ് എന്ന വൈൽഡ് അല്ലേ? നീ കളിയാക്കിക്കോടാ. നോക്കിക്കോ, ഒരു ദിവസം ഞാനോ വലിയൊരു ഫോട്ടോഗ്രാഫർ മൈക്കിൾ ഷൂമാക്കറിനെയൊക്കെ പോലെ മോരടാൻ വെറുതെ അല്ല അവള് നിന്നോട് നോ പറഞ്ഞേ. പോടാ നീ പോടാ നീ പോടാ നീ പോടാ. എനിക്ക് അവളോടൊന്ന് മിണ്ടണം. അവളവിടെ നിപ്പുണ്ടല്ലോ, മിണ്ടിക്കൂ. കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അസ്ഥിക്ക് പിടിച്ചിരിക്കുവാണല്ലേ? എടാ നിന്നെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവളുടെ ആ കൊന്ത്ര പല്ലും തൊണ്ട കീറുള്ള ശബ്ദം, കുളിക്കുപോലും ചെയ്യാതെ ക്ലാസ്സിലേക്കുള്ള വരവും. എടാ അവളുടെ ഓരോ ഇംപെർഫെക്ഷൻസ് കാണുമ്പോഴും എനിക്ക് അവൾ കൂടുതൽ പെർഫെക്റ്റ് ആയിട്ടാണ് തോന്നണേ. എല്ലാവരും അവളുടെ ലുക്കിനെ പറ്റിയും ഡ്രസ് സെൻസിനെ പറ്റിയും ഹെയർ സ്റ്റൈലിനെ പറ്റിയൊക്കെ പറയുമ്പോൾ ഞാനൊന്നും നോക്കിയിട്ട് പോലും ഇല്ല. നീ എന്താ നോക്കാറ്? എടാ ഇങ്ങനെ പേടിക്കാനും മാത്രം അവൾ എന്ത് ചെയ്യാനാ? അവൾ എന്ത് ചെയ്യുന്നല്ല, ഞാൻ എന്ത് ചെയ്യുന്ന എൻ്റെ പേടി. നിങ്ങളൊക്കെ അവളുടെ ഫ്രണ്ട്സ്, നിന്റെ ഗേൾ ഫ്രണ്ട് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ എങ്ങാനൊന്ന് പ്രപ്പോസ് ചെയ്ത് അവള് നോ പറഞ്ഞാ എല്ലാം കൊളാകില്ലടാ.